വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനുസിൽ 10 തവണ വ്യോമാക്രമണമുണ്ടായി. അതിനിടെ ഗാസയിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ചു. 2 മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി. ഗാസയിലെ സ്ഥിതി ഖത്തറും അമേരിക്കയും വിലയിരുത്തുന്നുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇപ്പോഴിതാ ഈ ആക്രമണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തരത്തിൽ വീണ്ടും വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയത്. ഇപ്പോൾ നടന്ന ഈ ആക്രമണത്തിന്റെ സാഹചര്യം അതെന്തായിരുന്നു? വിവരങ്ങൾ. ഭവ്യ, കരാർ ലംഘനം ഇനിയും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഖാൻ യൂനിസിലെ 10 ഇടങ്ങളിൽ വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തിന് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒപ്പം തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടതായുമുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഔദ്യോഗിക കണക്കോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു സമാധാനം ഗാസയിൽ പുലരുമെന്ന് കരുതിയിരുന്ന നേരത്താണ് വീണ്ടും ഇത്തരത്തിൽ ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇത് ഈ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേലിന് നൽകാനുള്ള ഈ ഹമാസിന്റെ പക്കലുള്ള മൃതദേഹങ്ങൾ, ഇത്തരത്തിൽ ഇസ്രായേൽ ബന്ദികളായിരുന്ന മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അത് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണങ്ങൾ തുടരുമ്പോഴും ഇന്ന് ഇത്തരത്തിൽ ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന 2 മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ആരോപിക്കുന്നത് ഇത് മുൻപ് നൽകിയ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. തെക്കൻ ഗാസയിലാണ് ഇപ്പോൾ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, ഇത്തരത്തിൽ ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതികൾ അത് അംഗീകരിച്ചുകൊണ്ട് ഇരു പ്രതിനിധികളും അതിൽ കരാറിൽ ഒപ്പിടുകയും പിന്നീട് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഗാസ പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം ഇനി ഒരു ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകില്ല, ഇനിയൊരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകില്ല എന്ന് കരുതി ഈ പലായനം ചെയ്ത ഗാസക്കാർ ഗാസയിലേക്ക് തിരികെ മടങ്ങി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവർ വളരെ ആഹ്ലാദത്തോടു കൂടിയായിരുന്നു അവിടേക്ക് തിരികെ എത്തിയത്. പക്ഷേ അവരുടെ നെഞ്ചുരുകുന്ന തരത്തിലേക്ക് അവർ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിന് സാക്ഷിയാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. വീണ്ടും വെടിവെച്ചുകളുടെ സൗണ്ടുകൾ, ഒപ്പം തന്നെ വ്യോമാക്രമണങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കുണ്ടായിരുന്ന ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു, എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അമേരിക്ക ഖത്തർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തണം. മധ്യസ്ഥ ചർച്ചകൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട സാധ്യതകൾ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്. മറ്റൊന്ന്, അമേരിക്കയുടെ സേനാ വിന്യാസം അത് ഈ ഗാസ മുനമ്പിലും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ നിൽക്കുമ്പോൾ കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ കൺമുന്നിലാണ് ഇങ്ങനൊരു ആക്രമണം ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെങ്ങനെയാണ് ഹമാസ് പ്രതികരിക്കുന്നത്, 2ാം ഘട്ട ചർച്ചകൾ ഇതിനെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരി, MG മിഥുനാണ് വിവരം നൽകിയത്. ഒരിടവേള.